കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു നൂറ്റാണ്ടിൻ്റെ ചരിത്രമാണ് VS. 1964 CPIയുടെ ദേശീയ കൗൺസിലിൽ നിന്ന് ഇറങ്ങിവന്ന് CPIM രൂപീകരിച്ചവരിൽ ഇന്നും ജീവിച്ചിരിക്കുന്ന ഏക നേതാവാണ് VS. വിപ്ലവവീര്യം ചോരാത്ത ആ മനസ്സ് ഇപ്പോഴും കേരളത്തിന്റെ ആവേശമാണ്. തലനരക്കുകയല്ല എന്റെ വൃദ്ധത്വം, തലനരക്കാത്തതല്ല എന്റെ യുവത്വവും. പുതിയ ദുഷ്പ്രഭുത്വത്തിൻ തിരുമുമ്പിൽ തലകുരിക്കാത്തതാണ് എന്റെ യൗവനം. തലകുരിക്കാത്തതാണ് എന്റെ യൗവനം. തലകുരിക്കാത്തതാണ് എന്റെ യൗവനം. 1920 സോവിയറ്റ് യൂണിയനിലെ താഷ്കെൻഡിൽ വെച്ച് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം രൂപീകൃതമായി കൃത്യം 3 വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു ഒക്ടോബർ 20 VS എന്ന വിപ്ലവ സൂര്യന്റെ ജനനം. 1938 VS അച്യുതാനന്ദൻ എന്ന 15-കാരൻ സ്റ്റേറ്റ് കോൺഗ്രസിൽ ചേർന്നത്. അച്ഛനും അമ്മയും മരിച്ച് 7ാം തരത്തിലെ പഠനം നിലച്ച് ജീവിക്കാനായി കയറുപിരിക്കാൻ പോകേണ്ടി വന്ന ആ അനാഥബാലൻ തൊഴിലിന്റെ ശക്തിയെയും മഹത്വത്തെയും ജീവിതം കൊണ്ട് പിരിച്ചെഴുതിയാണ് കയറുപിരിക്കുന്ന തൊഴിലാളികളുടെ ആ ഉജ്ജ്വല സമരചരിത്രത്തിന്റെ ഭാഗമായത്. സഖാവ് P. കൃഷ്ണപിള്ളയുടെ നിർദ്ദേശപ്രകാരം കയർ തൊഴിലാളികളുടെയും കർഷക തൊഴിലാളികളുടെയും നേതാവായത്. 1940 തിരുവിതാംകൂറിലെ സ്റ്റേറ്റ് കോൺഗ്രസ് നേതാക്കളെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി മാറിത്തുടങ്ങിയിരുന്ന കാലത്ത് തന്നെയായിരുന്നു സഖാവ് കൃഷ്ണപിള്ളയിൽ നിന്ന് VS നേരിട്ട് പാർട്ടി അംഗത്വം കൈപ്പറ്റിയത്. 1946 ആലപ്പുഴയിലെയും വയലാറിലെയും പുന്നപ്രയിലെയും സ്വാതന്ത്ര്യദാഹികളായ ജനത സർസിപ്പിയുടെ മർദ്ദകവാഴ്ചയ്ക്കെതിരെ സടകുടഞ്ഞെഴുന്നേറ്റപ്പോൾ ആ സായുധ പോരാട്ടത്തിലെ ഒരു സമരഭടൻ കൂടിയായിരുന്നു VS. അക്കാലത്ത് തിരുവിതാംകൂർ പാർട്ടി സെക്രട്ടറി KV പത്രോസ് VSന് നൽകിയ പാർട്ടി ചുമതല സമരസഖാക്കളെ രാഷ്ട്രീയ ബോധമുള്ളവരാക്കുക എന്നതുകൂടിയായിരുന്നു. നീട്ടിയും കുറുക്കിയുമുള്ള VSന്റെ പ്രസംഗ ശൈലി മുഴങ്ങിത്തുടങ്ങിയത് അക്കാലത്തെ സമരനിലങ്ങളിൽ നിന്നായിരുന്നു. അതുകൊണ്ട് VS അച്യുതാനന്ദൻ നടത്തിയ പ്രഖ്യാപനം നടന്നിട്ടില്ല കാലമിത്രയായിട്ടും എന്ന് കളിയാക്കുന്നവരോട് സുഹൃത്തുക്കളെ കാത്തിരിക്കൂ. ദിവാൻ ഭരണത്തിനെതിരെ പുന്നപ്ര വയലാറിനെ സർസിപ്പി യന്ത്രത്തോക്കുകൊണ്ട് ചോരയിൽ അവസാനിപ്പിച്ചെങ്കിലും അവസാനിക്കാത്ത അതിന്റെ അലകൾ ആളിപ്പടർന്നാണ് പിൽക്കാലത്ത് തിരുവിതാംകൂർ ഇന്ത്യയുടെ ഭാഗമായതും ഇവിടെ ഐക്യ കേരളം തന്നെ സംഭവിച്ചത്. പുന്നപ്ര വയലാറിന്റെ ചുടുമണലിൽ ചവിട്ടി നടന്നൊരു സമരനായകന് പിന്നെ എവിടെ കാലുപോളാനാണ്? പുന്നപ്ര വയലാറിന്റെ പിൽക്കാലത്തും സഹനങ്ങളുടെ പാതയിൽ ഗോപുരം പോലെ VS കേരള രാഷ്ട്രീയത്തിൽ തലയുയർത്തി നിന്നു. ഇന്ത്യ സ്വതന്ത്രമാവുന്നതിനും കേരള സംസ്ഥാനം രൂപീകൃതമാവുന്നതിനു മുമ്പേ VS കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃസ്ഥാനങ്ങളിലെത്തിയിരുന്നു. 1957 കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലെത്തുമ്പോൾ അന്നത്തെ പാർട്ടി സംസ്ഥാന സമിതിയിൽ അംഗമായിരുന്ന 9 പേരിൽ ഒരാളായിരുന്നു സഖാവ് VS. 1964 CPIയുടെ ദേശീയ കൗൺസിലിൽ നിന്നും ഇറങ്ങിപ്പോന്ന് CPIM എന്ന പുതിയ പാർട്ടിക്ക് രൂപം നൽകിയ 32 നേതാക്കളിൽ അവശേഷിച്ച അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് നേതാവ് കൂടിയായിരുന്നു VS. പാർട്ടിയിലും പാർട്ടിക്ക് പുറത്തും വലിയ രാഷ്ട്രീയ ഇടിമുഴക്കങ്ങൾ സംഭവിച്ച ഒരു വ്യാഴവട്ടക്കാലം, അതായത് 1980 തൊട്ട് 92 വരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ സംസ്ഥാന സെക്രട്ടറിയുമായിരുന്നു VS. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു നൂറ്റാണ്ട് പൂർത്തിയാക്കുമ്പോൾ ഏതാണ്ട് മറ്റൊരു വിപ്ലവ നൂറ്റാണ്ട് കൂടി പൂർണ്ണമാവുകയാണ് ഇവിടെ VS എന്ന വിസ്മയ ജീവിതം. ബിജു മുത്തത്തി, കൈരളി ന്യൂസ്.